ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വൈകിയാണ് വന്നത്, അതുകൊണ്ട് ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ കാര്യം പറയാം. നമ്മുടെ ഈ 5 അച്ഛന്മാര് അവരെ ഒരുപാട് അവരുടെ സ്നേഹങ്ങള് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങള് അപ്പൂപ്പന്മാരെ പറയാം, വടക്കേല അപ്പൂപ്പൻ, പടിഞ്ഞാറിലെ അപ്പൂപ്പൻ, ഞങ്ങളുടെ അപ്പാപ്പൻ, പിന്നെ എറണാകുളത്തെ അപ്പൂപ്പൻ, പുതേപ്പിലെ അപ്പൂപ്പൻ ആണ് ഞങ്ങൾ പറഞ്ഞിരുന്ന പേരുകള്. അപ്പൊ വടക്കേല അപ്പൂപ്പനെ സംബന്ധിച്ചാണെങ്കിൽ വീടി മേടിക്കാനാണ് എന്നെ കൂടുതലും വിളിക്കണം. ഒന്നെ വീഡിയോ അടിച്ച അപ്പൂപ്പനൊക്കെ ആവുമ്പോൾ ഞാൻ ഓടിക്കള, എന്താണ് എവിടെ പോണ ശിരോമണി ചേച്ചിയുടെ പോണ വീഡിയോ അടിക്കാൻ. അപ്പൊ അങ്ങനെ ഓടും. പിന്നെ ഞങ്ങളുടെ അച്ചാച്ചനാണെങ്കിൽ ഡാഡി നാട്ടിലില്ലാഞ്ഞിട്ട് പോലും ഞങ്ങളെ അത്രയും നല്ലോണം പുന്നാരിച്ച് ഞങ്ങളെ വളർത്തിയ ആളാണ്. പിന്നെ എറണാകുളത്തെ അപ്പൂപ്പനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഡാഡിനെയും ഞങ്ങളെ എല്ലാവരും കണ്ടിട്ട് സംസാരിച്ചിട്ട് പോകാതെ ഇരിക്കൂല. അതിൽ പുതേപ്പിലെ അപ്പൂപ്പനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളൊക്കെ പുന്നാരിച്ച് പൊന്നാ ജയിച്ചിൽ അവരൊക്കെ എന്റെ മക്കളെ ഇങ്ങനെ വിളിച്ചിട്ട് പോകും. പിന്നുള്ളത് പടിഞ്ഞാറിലെ അപ്പൂപ്പൻ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഒരുവിധം ആയപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുവിധം മെച്ചൂരിറ്റിയായി അപ്പൂപ്പൻ ഉണ്ടാപ്പ. അപ്പൊ ഇവിടെ മുറ്റടിക്കാനൊന്നും ആരുമില്ല. അപ്പൊ മുറ്റടിക്കാൻ വിളിക്കും ഞങ്ങളാ എന്തിനെ മുറ്റടിക്കാൻ വിളിച്ചിട്ട് 10 വയസ്സ് വരും ഞങ്ങൾക്കത്. ആ 10 വയസ്സന്ന് ഞങ്ങക്ക് വലുതാണ്. കാരണം വെച്ചാൽ ആ 10 വയസ്സൊക്കെ കിട്ടിയാൽ സന്തോഷമാണ് ഞങ്ങൾക്കത്. അതേപോലെ ഒരു ഓണം വന്നാലും വിഷു വന്നാലും എന്ത് വന്നാലും ഒരു പടക്കം പൊട്ടിക്കാനാണെങ്കിൽ എന്താണെങ്കിലും ഞങ്ങൾ 4 പേര് ആദ്യം ഓടി വന്നത് പടിഞ്ഞാറിലെ അപ്പൂപ്പൻ്റെ അടുത്താണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 5 അപ്പൂപ്പന്മാരുടെ അടുത്തൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഭക്ഷണം തന്നെ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇരിക്കണ വെല്ലുമിശ്ര അടുത്താണെങ്കിലും ഞങ്ങൾ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെ കച്ചത്രയെല്ലാം ഒരുപാട് സന്തോഷമായ ജീവിതങ്ങൾ അനുഭവിച്ചു തന്നെയാണ് ഞങ്ങളൊക്കെ ഇത്ര ആയത്. ഇത്രയും പറഞ്ഞ് നന്ദി. ഒരു കുടുംബസംഗമം വെച്ച് നമ്മുടെ മക്കളും അപ്പൂപ്പന്മാരും അമ്മമാരും എല്ലാവരും കൂടി ചെയ്യാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ഒരു കുടുംബസംഗമത്തിന് ഇനി ഇതുപോലെ തന്നെ നമ്മ എപ്പോഴും മുന്നോട്ട് പോകണം. പഴയ വഴക്കുകളോ തിരക്കുകളോ ഒന്നും ഇനി പാടില്ല. നമ്മിപ്പോൾ കുഞ്ഞപ്പൻ പറഞ്ഞ പോലെ അടുത്ത വിനോദയാത്ര ഓരോ കാര്യങ്ങൾ ഇനി മുന്നോട്ട് നമ്മ കൊണ്ടുപോകും. അപ്പൊ എല്ലാവരും ഞങ്ങളൊപ്പം സഹകരിക്കുക. എല്ലാ ചിറ്റന്മാരും അപ്പന്മാരും ഇളച്ചന്മാരും എല്ലാവരും ഒരുമിച്ചുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ